യെസ് മക്കളെ, വെൽക്കം ബാക്ക്. അസ്ലം സാറാണ്. മക്കളെ, നിങ്ങളെ ബേസിക് സയൻസിൻ്റെ എക്സാമിൻ്റെ ചൂടിലാണല്ലേ എൻ്റെ മക്കളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മക്കൾ എന്തായാലും നോക്കി പോകണം. എല്ലാ ചാപ്റ്ററുകളും നോക്കി പോകണം. പ്ലസ് എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ 2-3 ചാപ്റ്റർ നന്നായി ഫോക്കസ് ചെയ്യണം. ഓക്കെ, കെമിസ്ട്രി ഓഫ് മാറ്ററും വാട്ടറും. ഓക്കെ, ആ 2 ചാപ്റ്റർ എൻ്റെ മക്കൾ നന്നായി നോക്കുക. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി നിങ്ങൾ ക്രിസ്മസിന് പഠിച്ചു, അതുപോലെ തന്നെ ഓണം എക്സാമിനൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വാട്ടർ എന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് സോലിബിലിറ്റിയെ കുറിച്ചൊരു ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അതിലുള്ള സോലിബിലിറ്റി എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓൾറെഡി നമ്മളിതിൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ലൈവായിട്ടും പറഞ്ഞിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം, അതൊക്കെ കാണണം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കാം എന്താണ് സോലിബിലിറ്റി, എന്താണ് ലയത്വം. മക്കളെ, നമുക്ക് വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായിട്ട് സോല്യൂബിൾ ആവാൻ ആർക്ക് സാധിക്കടാ? വാട്ടറിന് സാധിക്കും. എടാ, വാട്ടറിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ അത് ഷുഗർ സൊല്യൂഷനാണ്. വാട്ടറിലേക്ക് ഞാൻ സാൾട്ട് ആഡ് ചെയ്താൽ അത് സാൾട്ട് സൊല്യൂഷനാണ്. വാട്ടറിലേക്ക് ഞാൻ കെറോസിനോ എന്തോ ആയിക്കോട്ടെ, എന്തായിട്ടും അത് സോല്യൂബിൾ ആവാൻ ആർക്ക് സാധിക്കും? വാട്ടറിന് സാധിക്കും. എന്നാൽ ഈ കെറോസിൻ ആഡ് ചെയ്ത മക്കൾക്കറിയാം അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കാണപ്പെടും എന്നുള്ളത്. ഓക്കെ, എന്നിരുന്നാലും അത് കെറോസിനായിക്ക് ആഡ് ചെയ്യാം. എല്ലാവരും ഇനി വിഷമാണെങ്കിൽ പോയിസൺ ആണെങ്കിൽ പോയിസൺ ആഡ് ചെയ്യാം. എല്ലാവരുമായിട്ട് പെട്ടെന്ന് ലയിച്ചു ചേരാൻ ആർക്ക് സാധിക്കടാ? വാട്ടറിന് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 5 ബീക്കർ തന്നിട്ടുണ്ട് അല്ലേ. ഈ 5 ബീക്കറിൽ ഒന്നാമത്തെ ബീക്കറിലൊക്കെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇവരുടെ ആസിഡിക് ആണോ ബേസിക് ആണോ എന്നൊക്കെ നമുക്ക് ആസിഡ് ബേസ് സാൾട്ട് എന്ന ചാപ്റ്ററും കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവിടെ നോക്കടാ, സാൾട്ടിൽ അതുപോലെ തന്നെ ഷുഗർ, ഹണി, വിനെഗർ, കോസ്റ്റിക് സോഡ ഇവരൊക്കെ തന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നിട്ട് ആരായിക്കോട്ടെ ഇതിൽ ആസിഡ് നാച്ചുറുണ്ട്, ബേസിക് നാച്ചുറുണ്ട്, ന്യൂട്രൽ ആയവർ വരെ ഉണ്ട്. ഇപ്പോൾ സാൾട്ട് എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാം അവന് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, നിർവീര്യമാണ്. അവൻ ആസിഡും അല്ല ബേസും അല്ല. എന്നാൽ ഹണിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവൻ ആസിഡിക് കണ്ടൻറ് ഉള്ളതാണ്. ഓക്കെ, ഏകദേശം ആസിഡിക് കണ്ടൻറ്റിലേക്ക് പോകുന്ന ആളാണ് ആരടാ? ഹണി എന്ന് പറഞ്ഞത്. എന്നാൽ വിനെഗറും അതുപോലെ തന്നെ എന്താണ്, ആസിഡിക് കണ്ടൻറ് ഉള്ളതാണ്. അതുപോലെ തന്നെ കോസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ അവൻ ബേസിക് നാച്ചുറാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ആസിഡിക് സ്വഭാവമായിട്ടും അതുപോലെ തന്നെ ബേസിക് സ്വഭാവമായിട്ടും അതുപോലെ തന്നെ ന്യൂട്രൽ സ്വഭാവമായിട്ടും എല്ലാവരുമായിട്ട് കൂടിച്ചേരാൻ ആർക്ക് സാധിക്കടാ? വാട്ടറിന് സാധിക്കും. മക്കൾ മറക്കരുത്. അപ്പോൾ വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നാണ്. അതും എക്സാമിന് ചോദിക്കാം, എന്തുകൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പോൾ എൻ്റെ മക്കൾ എഴുതി വെക്കണം, എല്ലാവരുമായിട്ട് ലയിച്ചു ചേരാൻ ആർക്ക് സാധിക്കും? വാട്ടറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. മക്കൾ മറന്നു പോകരുത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ഈസ് യൂസ്ഡ് ടു മേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ദ നേച്ചർ ഓഫ് വാട്ടർ ചേഞ്ചസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സബ്സ്റ്റൻസസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ വാട്ടറിൻ്റെ നേച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത് ഡിപ്പെൻഡ് ചെയ്യും. അതിനെ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. എടാ, വാട്ടറിലേക്ക് ഞാൻ വിനെഗർ ആഡ് ചെയ്താൽ അത് അസിഡിക് നേച്ചറാണ്. എടാ, വാട്ടറിലേക്ക് ഞാൻ ഷുഗർ ആഡ് ചെയ്താൽ അതെന്താണ്? ഷുഗർ സൊല്യൂഷനാണ്. അതായത് ഷുഗർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ന്യൂട്രലാണ്. സാൾട്ട് ആഡ് ചെയ്താൽ അതൊക്കെ ന്യൂട്രലായിട്ട് മാറും. ഓക്കെ, ഇനി സോപ്പ് ആഡ് ചെയ്താൽ അത് ബേസിക് സ്വഭാവമായിട്ടും എന്താണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറായിട്ട് മാറാൻ ആർക്ക് സാധിക്കടാ? വാട്ടറിന് സാധിക്കും. മറക്കരുത്. ദിസ് സ്പെഷ്യൽ പ്രോപ്പർട്ടി ഈസ് വൺ ഓഫ് ദ റീസൺ ഈസ് യൂസ്ഡ് ഫോർ ദ വേരിയസ് പർപ്പസ്. ഇത് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അവന് വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം വാട്ടറിനെ. അതുകൊണ്ട് തന്നെ വാട്ടറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറഞ്ഞത്. ജലം ഒരു സാർവിക ലായകം എന്നറിയപ്പെടുന്നത്. ജലം പ്രയോഗപ്പെടുന്ന സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഇതിലേക്ക് ചേർക്കുന്നത് അതുമായിട്ട് കൂടിച്ചേർന്ന് അവനെ സ്വഭാവത്തിലേക്ക് ആറ്റിച്ച് അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ ആർക്ക് സാധിക്കടാ? വാട്ടറിന് സാധിക്കും. മറക്കരുത്. ഓക്കെ, അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കാണ് നമ്മൾ വാട്ടർ ഉപയോഗിക്കാമെന്നൊക്കെ മക്കൾക്കറിയാം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ലയിച്ചു ചേരാൻ വാട്ടറിന് സാധിക്കും. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, പലതരത്തിലുള്ള ലായനികൾ ഉണ്ടാക്കാൻ ജലം ഉപയോഗിക്കുന്നു. ജലത്തിൻ്റെ സ്വഭാവം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് അനുസൃതമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ അതിലേക്ക് ഇടുന്നത് അതുമായിട്ട് കൂടിച്ചേർന്ന് അതിൻ്റെ സ്വഭാവം എന്ത് ചെയ്യും? മാറ്റം വരാം. അത് ചിലപ്പോൾ ആസിഡിക് സ്വഭാവമാവാം, അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാവാം, അല്ലെങ്കിൽ നിർവീര്യമാവാം, അഥവാ ന്യൂട്രൽ ആവാം, ലവണമാവാം. ഓക്കെ അല്ലേടാ? യെസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഇവിടെ പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ തന്നിട്ടുള്ളത് വാട്ടർ തന്നിട്ടുണ്ട്, ആസിഡ് ചേർത്ത ജലം തന്നിട്ടുണ്ട്, ആൽക്കലി ചേർത്ത ജലം തന്നിട്ടുണ്ട്. അപ്പോൾ 3 ബീക്കറാണ് തന്നിട്ടുള്ളത്. ആ 3 ബീക്കറിൽ ആരെടുത്തിട്ടുണ്ടടാ? വാട്ടറിന് എടുത്തിട്ടുണ്ട്. ആ 3 ബീക്കറിലും വാട്ടറിന് എടുത്തിട്ടുണ്ട്. എന്നാൽ ഒന്നാമത്തെ ബീക്കർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്താടാ? വെറും വാട്ടർ മാത്രമാണ്. അതെന്താണ്? പ്യുവർ, ഒരു കുഴപ്പമില്ല. അതിൽ ആര് മാത്രമാണ്? വാട്ടർ മാത്രം, അതിൽ വേറെ ഒന്നുമില്ല, ജലം മാത്രം. എന്നാൽ രണ്ടാമത്തേൽ അതിലെന്താടാ? ആസിഡ് ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നാൽ മൂന്നാമത്തേൽ ഞാൻ എന്ത് ചേർത്തിട്ടുണ്ട്? ആൽക്കലി ചേർത്തിട്ടുണ്ട്. ആൽക്കലി എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ബേസിക് ചേർത്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സ് നോക്കാതെ തന്നെ മക്കൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് ഈ 3 ബീക്കറിലേക്കും ഞാൻ ലിറ്റ്മസ് പേപ്പർ വെച്ചാൽ, അതായത് ഈ ജലം എന്ന ചാപ്റ്ററിലേക്ക് ആസിഡ് ബേസ് സാൾട്ട് എന്ന ചാപ്റ്ററും കൂടി ഡിപ്പെൻഡ് അല്ലെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള സോലിബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. നമുക്കെന്ന് പറഞ്ഞേടാ, ഞാനിതിലേക്ക് ലിറ്റ്മസ് പേപ്പർ വെച്ചു, എല്ലാ ലിറ്റ്മസും വെച്ചു, ചുവപ്പ് വെച്ചു, നീല ലിറ്റ്മസ് പേപ്പർ വെച്ചു, എല്ലാം വെച്ചു. അപ്പോൾ സാധാരണ ജലത്തിൽ വെച്ചാൽ എന്ത് അവസ്ഥ? എടാ എന്തുണ്ടാവില്ല, മാറ്റമില്ല, അഥവാ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ നിർവീര്യമാണ്, ന്യൂട്രലാണ്. അതിൽ എന്തുണ്ടാവില്ല, ലിറ്റ്മസ് പേപ്പറിൽ എന്തുണ്ടാവില്ല, മാറ്റമുണ്ടാവില്ല, നോ ചേഞ്ചസ്. എന്നാൽ നമ്മൾ ആസിഡ് ചേർത്തേക്കാണ് ചേർത്തണമെങ്കിൽ അവിടെ ആസിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്കറിയാം അവിടെ ബ്ലൂ ലിറ്റ്മസ് എന്താണാവുക, റെഡ് ആവുകയാണ്. അപ്പോൾ നീല ലിറ്റ്മസ് എന്തായി മാറും മക്കളെ? ചുവപ്പായിട്ട് മാറും. ബ്ലൂ ലിറ്റ്മസ് ചേഞ്ചസ് ടു റെഡ്. എൻ്റെ മക്കളത് മറന്നു പോകരുത്. ഇനി ആൽക്കലി, ഇനി മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ചുവപ്പും വെച്ചിട്ടുണ്ട്, നീലും വെച്ചിട്ടുണ്ട്. ഇവിടെ ഏത് ലിറ്റ്മസ് ഏതാടാവുക? ഇവിടെ ചുവപ്പ് വെച്ചിട്ടുണ്ട്, നീല ലിറ്റ്മസ് പേപ്പറും വെച്ചിട്ടുണ്ട്. ഇവിടെ ചുവപ്പ് എന്തായിട്ട് മാറാണ്? നീലയായിട്ട് മാറാണ്. റെഡ് എന്തായിട്ട് മാറാണ്? ബ്ലൂ ആയിട്ട് മാറാണ്. അപ്പോൾ ചുവപ്പ് ലിറ്റ്മസ് എന്താവുന്നു? നീലയാവുന്നു. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, ആസിഡ് സ്വഭാവമുള്ളവർ ഏത് കളറിലേക്കാണ് പോവുക? ആസിഡ് സ്വഭാവമുള്ളത് റെഡ് കളറിലേക്കാണ് പോവുക. ബേസിക് സ്വഭാവമുള്ളത് ഏത് കളറിലേക്കാണ് മക്കളെ പോവുക? ബ്ലൂ കളറിലേക്കാണ് പോവുക. എന്നാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നിർവീര്യമാണ്. നിർവീര്യമെന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ന്യൂട്രലാണ്. അതെൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ക്ലിയറല്ല മക്കൾസ്? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ മക്കൾ സെറ്റാക്കി എടുക്കുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവൻ്റെ ഒബ്സർവേഷൻ പറഞ്ഞു. ഒബ്സർവേഷൻ എന്താണ്? നോ ചേഞ്ച്. അതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുന്നുണ്ട്, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ആൻസേഴ്സ് തന്നെയാണ്. ഈ 3 ആൻസർ എഴുതി ഞങ്ങൾക്ക് എത്ര മാർക്കായിടാ? 3 മാർക്ക്. അപ്പോൾ സോലിബിലിറ്റി ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോയി. മക്കളെ മാക്സിമം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. മക്കൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇനിയും ചെയ്യണം. അപ്പോൾ ഇനിയും സെറ്റാക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ വാട്ടർ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സീ യു ഡേ.